ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനൂസ് കിച്ചൺ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ്. നമുക്ക് ഹോട്ടലുകളിൽ നിന്ന് കിട്ടുന്ന അടിപൊളി സാമ്പാർ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. സാമ്പാറിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 കപ്പ് തുവരമ്പരിപ്പ് എടുത്തിട്ടുണ്ട്. 1/4 കപ്പ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 80 ഗ്രാം വരും. അപ്പോൾ ഇതാദ്യം ഞാൻ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു 20 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. ഈ ഹോട്ടൽ സ്റ്റൈൽ സാമ്പാറിൽ ഈ പരിപ്പ് നന്നായിട്ട് വേവണം, നന്നായിട്ട് വെന്ത് ഉടയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു 20 മിനിറ്റ് ഇത് കുതിർത്ത് വെച്ചത്. പിന്നെ അതുപോലെ തന്നെ ഈ സാമ്പാറിൽ നമ്മൾ വെജിറ്റബിൾസ് ഒന്നും ചേർക്കുന്നില്ല. ചെറിയ ഉള്ളിയും തക്കാളിയും മാത്രം ചേർത്തിട്ടാണിത് തയ്യാറാക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ പരിപ്പ് ഒരു കുക്കറിലിട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഒരു കുക്കറിലേക്ക് പരിപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. ഞാൻ 2.5 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. നിങ്ങൾ പരിപ്പ് അളന്നെടുത്ത് അതേ കപ്പിൽ തന്നെ വെള്ളം എടുത്താൽ മതി. ഇതിലേക്ക് നമുക്കിനി കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കണം. ഞാൻ ഈ സ്പൂണിലാണ് മഞ്ഞൾപ്പൊടി അളന്നെടുക്കുന്നത്. സാധാരണ ഞാൻ ഈ റെസിപ്പീസ് ഇടുമ്പോൾ ഒത്തിരി പേര് സ്പൂണിൻ്റെ അളവ് ഏത് സ്പൂണാണ് ഉപയോഗിച്ചതെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് കാണിച്ചത്. ഇതിനകത്തൊരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കായം ചേർക്കാം. ഞാൻ കായത്തിൻ്റെ പൊടിയാണ് ഉപയോഗിക്കുന്നത്. ഇതിന് പകരം കട്ടിക്കായം എടുത്താൽ അതാണ് കൂടുതൽ നല്ലത്. പക്ഷേ എനിക്കിപ്പോൾ ഇവിടെ കട്ടിക്കായം കിട്ടാറില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പൊടി ഉപയോഗിക്കുന്നത്. അപ്പോൾ കട്ടിക്കായം ആണെങ്കിൽ ഒരു 2 ഏലക്കയുടെ വലിപ്പത്തിനുള്ള കായം ചേർക്കണം. അപ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. അപ്പോൾ ഇത് നമുക്കിനി കുക്കർ അടച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ 3 വിസിൽ കേൾക്കണം. അതിനുശേഷം തീ കുറച്ച് ചെറിയ തീയിൽ 10 മിനിറ്റ് ഇടണം. എന്നിട്ട് സ്റ്റൗ ഓഫ് ചെയ്ത് പ്രഷർ ഫുള്ള് പോകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് അടച്ച് വേവിക്കാം. അപ്പോൾ പരിപ്പ് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഈ സാമ്പാറിന് വേണ്ടിയിട്ട് ഒരു മസാല തയ്യാറാക്കാം. അപ്പോൾ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് കുറച്ച് സാധനങ്ങൾ ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ആ സാധനങ്ങളെല്ലാം തന്നെ ഞാൻ നേരത്തെ എടുത്ത സ്പൂണിലാണ് അളന്നെടുക്കുന്നത്. ഇതിലേക്ക് ആദ്യം 3 ടീസ്പൂൺ കടലപ്പരിപ്പ് ചേർക്കാം. 1/2 ടീസ്പൂൺ ഉഴുന്ന് ചേർക്കാം. 1/2 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ ഉലുവ, 3 വറ്റൽമുളക്. അപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. കുറച്ച് സമയം കഴിയുമ്പോൾ ഇത് നല്ലൊരു മണം വരും. ചെറുതായിട്ടൊന്ന് നിറം മാറാനും തുടങ്ങും. ഒരുപാടങ്ങ് കരിഞ്ഞു പോകരുത്, ചെറുതായിട്ടൊന്ന് നിറം മാറിയാൽ മതി. അപ്പോൾ ഇത് ആവശ്യത്തിന് മൂത്തിട്ടുണ്ട്, കണ്ടോ, ചെറുതായിട്ടൊരു ബ്രൗൺ നിറം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യുവാണ്. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ചേർക്കാം. ഇത്രയും തേങ്ങ മതി, ഒരു 2 ടേബിൾ സ്പൂണേ വരുള്ളൂ. അത് ചേർത്ത് കൊടുക്കുക. ഇനി വീണ്ടും തീ ഓൺ ചെയ്തിട്ട് ഇതൊന്നിങ്ങനെ ഇളക്കി കൊടുക്കാം. 1 മിനിറ്റ് ഒന്ന് ഇളക്കിയാൽ മതി. തേങ്ങയുടെ നിറം ഒന്നും മാറേണ്ട ആവശ്യമില്ല. അതിൻ്റെ ആ ഒരു ഈർപ്പം ഒന്ന് പോയാൽ മാത്രം മതി. അപ്പോൾ നമ്മൾ ഈ തേങ്ങയൊക്കെ എടുക്കുന്ന സമയം കൊണ്ട് ഈ കടലപ്പരിപ്പൊന്നും കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം തീ ഒന്ന് ഓഫ് ചെയ്തത്. അപ്പോൾ തേങ്ങയും കുറച്ച് നേരം ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അതൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്, അത് മതി. ഇപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു. ഇതിന് കുറച്ച് നേരം ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലൊരു പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. തരിയില്ലാത്തൊരു പേസ്റ്റായിട്ട് അരയ്ക്കുന്നതാണ് നല്ലത്. അപ്പോൾ ആ കൂട്ട് ഞാനിവിടെ അരച്ച് വെച്ചിട്ടുണ്ട്, കണ്ടോ, ഇതുപോലെ അരച്ചെടുക്കാം. പിന്നെ വേണ്ടത് പുളിയാണ്. ഞാനിവിടെ ഒരു നെല്ലിക്കയുടെ വലിപ്പത്തിനുള്ള വാളംപുളി എടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്കൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. എന്നിട്ട് ആ പുളി വെള്ളമാണ് നമ്മൾ സാമ്പാറിലേക്ക് ചേർക്കുന്നത്. പിന്നെ പുളിയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടം പോലെ കുറച്ചും കൂടി കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം. അത് സാമ്പാറിന് എത്ര പുളി വേണമെന്ന് വെച്ചാൽ അത് കണക്കാക്കി ചേർത്താൽ മതി. നമ്മൾ നേരത്തെ കുക്കറിൽ വേവാൻ വെച്ച പരിപ്പ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് വെന്ത് വരണം, കണ്ടോ. ഇപ്പോൾ ഇതിനകത്ത് കുറച്ച് പരിപ്പൊക്കെ ഇങ്ങനെ തരിയായിട്ട് കിടപ്പുണ്ടാവും, പക്ഷെ അത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ഉടഞ്ഞു കിട്ടും കേട്ടോ, കാരണം അത്രയ്ക്ക് വെന്ത പരിപ്പാണ്. നന്നായിട്ട് ഇങ്ങനെ ഉടച്ചെടുക്കുക. പരിപ്പ് ഇതുപോലെ ആയിരിക്കണം. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി സാമ്പാർ തയ്യാറാക്കുന്ന പാത്രം എടുക്കാം. അതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒത്തിരി വേണ്ട, ഒരു 2 ടീസ്പൂൺ എണ്ണ. ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചത്. എണ്ണ ചൂടാകുമ്പോൾ അതിനകത്തേക്കൊരു 10 ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 പച്ചമുളകും കൂടി ഇടാം. എനിക്കിവിടെ കിട്ടുന്ന ചെറിയ ഉള്ളി നാട്ടിൽ കിട്ടുന്ന ഉള്ളി പോലെ അല്ല കേട്ടോ, വ്യത്യാസമുണ്ട്. കുറച്ച് വലിയ സൈസുമാണ്, ടൈപ്പും വ്യത്യാസമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നാട്ടിൽ കിട്ടുന്ന കുഞ്ഞുള്ളി ആണെങ്കിൽ ഒരു 15 എണ്ണമൊക്കെ എടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വാടണം. ഇപ്പോൾ ചെറിയ ഉള്ളി നന്നായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. ഇതിലേക്ക് 2 ചെറിയ തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം.
നല്ല പഴുത്ത തക്കാളിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇത് കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്കാം. തക്കാളി ഒന്ന് സോഫ്റ്റ് ആയാൽ മതി. അപ്പോൾ തക്കാളി ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി പൊടികൾ ചേർക്കാം. ആദ്യം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. നമ്മൾ പരിപ്പിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് 1/4 ടീസ്പൂൺ മതിയാവും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കാം. കാശ്മീരി മുളക് പൊടി ആകുമ്പോൾ എരിവ് കുറവാണ്. അപ്പം നിങ്ങൾ നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു 1/2 ടീസ്പൂണൊക്കെ ചേർത്താൽ മതി. കാരണം നമ്മൾ ആദ്യം തയ്യാറാക്കിയ അരപ്പിൽ 3 വറ്റൽമുളക് ചേർത്തിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ എരിവും കൂടി ഉണ്ടാവും. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർക്കാം. അതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും കൂടി ചേർക്കാം. കായമൊക്കെ പിന്നെ വേണമെങ്കിൽ നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് കൂടുതൽ വേണമെന്ന് തോന്നിയാൽ ചേർക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ചേർത്താൽ മതി. ഇത് കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരു 1 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് കുറച്ച് നേരം വഴറ്റിയെടുത്തു. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച പരിപ്പ് ചേർക്കാം. ആദ്യം നമ്മൾ അരച്ച് വെച്ച കൂട്ട് ചേർക്കാം. പുളി വെള്ളവും ചേർക്കാം. ഇനി ഒരു സ്പൂൺ വെച്ചത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ ഇത് നല്ല കുറുകിയായിരിക്കും ഇരിക്കുന്നത്, പരിപ്പും പിന്നെ നമ്മൾ അരച്ച കൂട്ടും എല്ലാം കൂടി ആകുമ്പോൾ. അപ്പോൾ ഇതിനകത്തേക്ക് ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇത് ലൂസാക്കണം. നമ്മൾ ഹോട്ടലിൽ കിട്ടുന്ന സാമ്പാർ വീട്ടിൽ തയ്യാറാക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ലൂസായിട്ടാണ് ഉണ്ടാവുന്നത്. പക്ഷേ നിങ്ങൾക്കത് ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. എത്ര ലൂസാക്കണം എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം. അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചാൽ മതി. പിന്നെ അതുപോലെ തന്നെ ഈ സമയത്ത് നിങ്ങൾക്ക് പുളി നോക്കിയിട്ട് കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം. അതുപോലെ കായം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കൂടുതൽ വേണമെന്ന് തോന്നിയാൽ അതും ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 2.5 കപ്പ് വെള്ളം ഒഴിച്ചു. അപ്പം അതിൻ്റെ അളവ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാമ്പാർ എത്രത്തോളം കുറുകണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചേർക്കണം. ഇപ്പോൾ ഇത് നിങ്ങൾക്ക് കുറച്ച് ലൂസായിട്ടായിരിക്കും തോന്നുന്നത്, പക്ഷേ നമ്മളൊരു 5-6 മിനിറ്റ് തിളപ്പിച്ച് കഴിയുമ്പോൾ അതിൻ്റെ പരുവം കറക്റ്റ് ആയിരിക്കും. ഇതിനകത്തേക്ക് നമുക്കിനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 6 മിനിറ്റോളം തിളപ്പിച്ചെടുക്കുക. അത്രയും സമയം മതി, കാരണം ഇതിനകത്ത് നമ്മൾ പച്ചക്കറികളൊന്നും ചേർത്തിട്ടില്ല. തക്കാളിയും ചെറിയ ഉള്ളിയും ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. ആ സമയം കൊണ്ട് ഇത് നന്നായിട്ടൊന്ന് കുറുകുകയും ചെയ്യും. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ നമുക്ക് അടച്ചു വയ്ക്കാം. അപ്പോൾ ഇതൊരു 6 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, ഇത് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. അതിൻ്റെ പരുവം കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ, ആവശ്യത്തിന് കുറുകിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹോട്ടലിൽ കിട്ടുന്ന സാമ്പാർ ഒത്തിരി അങ്ങ് കുറുകിയിട്ടല്ല ഇരിക്കുന്നത്. പിന്നെ ഇതൊന്ന് തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി കുറുകും, അപ്പോൾ അതും നമ്മൾ നോക്കണം. ഇപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടില്ല. നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർക്കാനുണ്ട്. അപ്പോൾ ഒരു ചെറിയ പിടി മല്ലിയില ചേർക്കാം. കറിവേപ്പില ചേർത്തിട്ടില്ല കേട്ടോ, മല്ലിയില മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഒരു 2 അല്ലെങ്കിൽ 3 മിനിറ്റും കൂടി ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. മല്ലിയിലയുടെ ഒരു ഫ്ലേവർ സാമ്പാറിലോട്ട് വരണം. അപ്പോൾ ഇത് അടച്ച് വെച്ച് ഏകദേശം ഒരു 3 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. പിന്നെ നമുക്ക് താളിക്കാനുള്ള സാധനങ്ങൾ റെഡിയാക്കാം. ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ കുറച്ച് കടുക് ചേർക്കാം. ഏകദേശം ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. ഇതിനകത്ത് ഞാൻ കടുകും വറ്റൽമുളകും കായവും മാത്രമാണ് താളിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. കടുക് പൊട്ടിയതിന് ശേഷം ഒരു 2 വറ്റൽമുളക് ചേർക്കാം. 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർക്കാം. ഇനി ഇത് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല അടിപൊളി ഹോട്ടൽ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇത് ശരിക്കും നമുക്ക് ഹോട്ടലിൽ കിട്ടുന്ന സാമ്പാറിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ഇഡലിയുടെ കൂടെയൊക്കെ കഴിക്കാൻ ബെസ്റ്റ് കോമ്പിനേഷനാണ്. നിങ്ങൾ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ എനിക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ പ്ലീസ് എൻ്റെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടൊക്കെ ഷെയർ ചെയ്യണം. ഇനി നമുക്ക് വേറൊരു നല്ല റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് അനൂസ് കിച്ചൺ.